ഇന്നൊരു അടിപൊളി ബീഫ് കുറുമൻ്റെ റെസിപ്പി നോക്കിയാലോ. ഉണ്ടാക്കാൻ നല്ല ഈസിയാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം റെസിപ്പിയിലേക്ക് പോവാം. അതിന് മുന്നേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മളൊരു 1/2 കിലോ ബീഫ് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. 1/2 കിലോ ബീഫ് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടീസ്പൂണോളം കുരുമുളക് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഒരു 4 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഈ കുക്കറിൽ ടോട്ടൽ 6 വിസിൽ വേണം. അപ്പോൾ 4 വിസിലിന് ശേഷം, വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ഒരു ക്യാരറ്റും ഒരു കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്. ബീഫൊക്കെ ഒരു 3/4 വെന്തിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് 2 വിസിലിന് വേവിച്ചെടുക്കുക. അതടാവുമ്പോഴേക്കും നമുക്കൊരു മിക്സീൻ്റെ ജാറിലേക്ക് 2 പച്ചമുളകും കുറച്ചധികം ചെറിയുള്ളിയും ഒരു 2 പീസ് ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളി അല്ലിയും കൂടി തൊലി കളഞ്ഞിട്ട് ഇതേപോലെ ക്രഷ് ചെയ്തെടുക്കുക. ഇതങ്ങോട്ട് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ കുക്കർ 2 വിസിലടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാ പകുതി പണി കഴിഞ്ഞിട്ട് ബാക്കിയും കൂടി സെറ്റാക്കി എടുക്കുക. ഫ്ലെയിം ഓൺ ചെയ്യുക. ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് ചൂടായി വന്നാൽ നമുക്കൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു ഉള്ളി നൈസായിട്ട് ആയിരുന്നിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് മൂടി വെച്ചിട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് വാട്ടിയെടുക്കണം. ഒന്ന് സോഫ്റ്റായി വാടി വന്നാൽ നമുക്കിതിലേക്ക് ഒരു പീസ് പട്ടയും ഒരു ഗ്രാമ്പും ഒരു ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അല്ലേ, ചെറിയ ഉള്ളിയൊക്കെ, ആ മിക്സ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് മൂടി വെച്ചിട്ട് പച്ചമണെല്ലാം ഒന്ന് മാറട്ടെ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുത്തോളി. നമുക്ക് എരിവിന് ആവശ്യമായിട്ടില്ല, അത്ര മതി കേട്ടോ. ഇനി എന്ത് ചെയ്യുക, ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ബീഫിൻ്റെ മിക്സില്ലേ, അതുകൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആവശ്യമുണ്ട്. അതൊരു 1/4 ടീസ്പൂൺ അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ നമ്മൾ തേങ്ങയും ഒരു 6-7 അണ്ടിപ്പരിപ്പും കൂടി അരിച്ചെടുത്തതാണ്, തേങ്ങാപ്പാലെടുത്തതാണ്. അതും കൂടെ ഒഴിച്ച് കൊടുക്കുക. ഇതിങ്ങനെ മിക്സ് ചെയ്യുക. ഒന്ന് ചെറിയൊരു തിള വരുമ്പോൾ നമുക്കിതങ്ങോട്ട് മാറ്റി വെക്കുക. കഴിഞ്ഞിട്ടില്ലേ, നമുക്കെന്ത് ചെയ്യാം, ഒന്ന് താളിക്കും കൂടെ ചെയ്യാം. ഇതാ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചധികം ചെറിയുള്ളി, ഒരു 8-9 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് നൈസായിട്ട് അതും, പിന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇത് നേരെ നമ്മൾ സെറ്റാക്കി വെച്ച ബീഫിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ റെഡിയാണ്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഈസി അല്ലേ ഉണ്ടാക്കാൻ, അതേപോലെ നല്ല ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാനും കൂടെ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ഫ്രം ജസ്റ്റ് ആവശ്യമില്ല എൻ്റർടൈൻമെൻറ്റ്.